കണ്ണൂരിൽ സംഘപരിവാർ കലാപ നീക്കം എൻ ഷംസീർ എംഎൽഎയുടെയും സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടറി പി ശശിയുടെയും വീടിന് നേരെ ഇന്നലെ ബോംബെറിഞ്ഞു. ഇരിട്ടിയിൽ പെരുമ്പറമ്പിൽ സിപിഐഎം പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തലശ്ശേരി മേഖലയിൽ സിപിഐഎം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപകമായി ആക്രമണവും ഉണ്ടായി. തലശ്ശേരി മേഖലയിൽ സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കാതെ വ്യാപകമായ അക്രമ സംഭവങ്ങൾക്കാണ് RSS നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലധികമായി തലശ്ശേരി മേഖലയിൽ CPIM പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയാണ് വ്യാപകമായ അക്രമം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് CPIMന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ശശിയുടെ വീട്ടിലാണ്. പി ശശിയുടെ വീടിന് നേരെ ഇന്നലെ രാത്രിയാണ് ബോംബാക്രമണം ഉണ്ടായത്. ശക്തിയേറിയ ബോംബുകളാണ് വീടിന് നേരെ വലിച്ചെറിഞ്ഞത്. ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ സ്ഫോടനത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും എല്ലാം തന്നെയും തകർന്നിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ നേതാക്കന്മാരുടെ വീടുകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് RSS നീങ്ങിയിരിക്കുന്നത്. എൻ ഷംസീർ MLAയുടെ വീടിന് നേരെയും ഇന്നലെ ആക്രമണം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സമാധാന യോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ RSS വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ വീടുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നത്. സമാധാന യോഗത്തിൽ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തില്ല എന്ന് വ്യക്തമാക്കുകയും അതേസമയം തന്നെ ഈ അണികളെ വിട്ട് വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ പി ശശിയുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഈ ആക്രമണം? ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യയും മകൻ സഞ്ജയാണ് വീട്ടിലുണ്ടായിരുന്നത്. 11 മണിക്ക് ഒരു മോട്ടോർ ബൈക്ക് വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിർത്തി. ആ ബൈക്കിൽ നിന്നാണ് ബോംബെറിഞ്ഞത്. ബോംബ് വീട്ടിൻ്റെ മുൻഭാഗത്ത് ചുമരിന് കൊണ്ടു. ജനൽച്ചില്ലും ചുമരുമൊക്കെ പൊളിഞ്ഞു. ഇതിനകത്തുള്ള സ്റ്റീലിൻ്റെ കഷ്ണങ്ങൾ വീട്ടിനകത്തും അടുത്ത വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. വലിയ സ്ഫോടനമായിരുന്നു. ഭീതി പരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ആസൂത്രിതമായി ചെയ്തിരിക്കുന്നൊരു ആക്രമണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നവും ഇന്നില്ല. ഇവിടെ ഒരുപാട് കാലമായി താമസിക്കുന്ന വിജയം വക്കീലിനെ പോലത്തെ ആളുകളുണ്ട്. അവർക്കൊന്നും ഓർമ്മയിൽ ഈ ഭാഗത്ത് അങ്ങനെ ഒരു കുഴപ്പമുള്ള സ്ഥലമില്ല, ഒരു സംഘർഷമില്ല. ഈ സമാധാന ശ്രമങ്ങളുമായിട്ട് ഇത് വളരെ ബോധപൂർവം നാടിൻ്റെ സമാധാനം തകർക്കാനും ആളെ പ്രകോപിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായാൽ വേറൊരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ബോംബാക്രമണം എന്നാണ് വിചാരിക്കുന്നത്. ഇത്തരത്തിൽ പി ശശിയുടെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ CPIM നേതാക്കന്മാരുടെ വീടുകൾക്ക് നേരെ തലശ്ശേരി തിരുവങ്ങാട് മേഖലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉണ്ടായിരുന്നു. CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗം വാഴയിൽ ശശിയുടെ വീടിന് നേരെ സമാനമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത്. ബോംബെറിഞ്ഞ് ഭീതി പരത്തിയതിനു ശേഷം വീടിനകത്ത് വീടിന്റെ വാതിൽ മഴു ഉപയോഗിച്ച് തകർത്ത് അകത്ത് കയറി ഗൃഹോപകരണങ്ങൾ മുഴുവൻ തകർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഏതായാലും സമാധാന ശ്രമങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും CPIM പിന്തുണ നൽകുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ എൻ ഷംസീർ MLAയുടെ ഒരു മുൻകൈയെടുത്താണ് സമാധാന യോഗം ചേരാൻ പോലും ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമം വീടുകൾക്ക് നേരെ നടത്തുന്നത്. നേരത്തെയും കണ്ണൂരിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വീടുകൾക്ക് നേരെ ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ള തരത്തിൽ സമാധാന യോഗങ്ങൾക്ക് ധാരണ ഉണ്ടാകാറുള്ളതാണ്. എന്നാൽ ആ ധാരണ തുടർച്ചയായി ലംഘിക്കുകയും വീടുകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് RSS തുടരുന്നത്. ഏതായാലും പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരി മേഖലയിൽ പല സ്ഥലങ്ങളിലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കരുതൽ തടങ്കലിൽ നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘർഷ സംഭവങ്ങളിൽ അല്ലെങ്കിൽ ബോംബാക്രമണം നടത്തിയ പ്രതികളെ ചിലരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ കൂടുതൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി തന്നെ അക്രമ സംഭവങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ നടത്തിവരുന്ന അക്രമ പരമ്പര തുടരുകയാണ്. ജില്ലയിൽ വ്യാപക ആക്രമണമാണ് സംഘപരിവാർ പ്രവർത്തകർ അഴിച്ചുവിടുന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് 97 പേരെ പോലീസ് ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു. മേഘ, ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഇന്നലെ വർഗീയ കൊലവിളി പോലും കോഴിക്കോട് നടത്തിയത് നാം കേട്ടതാണ്. ഇത്തരത്തിൽ ആക്രമണം ഇപ്പോഴുമുണ്ടോ? എന്തൊക്കെ ജാഗ്രതകളാണ് പോലീസ് പുലർത്തുന്നത്? എത്ര പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്? അറസ്റ്റിലായവരിൽ അധികവും സംഘപരിവാർ പ്രവർത്തകരാണോ? വിശദാംശങ്ങൾ.
അജിംഷാദ്, കോഴിക്കോട് ജില്ലയിൽ സംഘപരിവാർ അഴിച്ചുവിട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 136ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പം മുമ്പ് മിഠായി തെരുവ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘപരിവാർ പ്രവർത്തകരാണ് അറസ്റ്റിലായ 7 പേരും. ഹർത്താലിന്റെ മറവിൽ വലിയ തരത്തിലുള്ള ആക്രമണമായിരുന്നു മിഠായി തെരുവ് മാത്രം കേന്ദ്രീകരിച്ച് RSS BJP പ്രവർത്തകർ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 7 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ഹർത്താലിന് ശേഷവും വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഈ RSS BJP പ്രവർത്തകർ അഴിച്ചുവിടുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ കോഴിക്കോട് പേരാമ്പ്ര CPIM പ്രവർത്തകന്റെ വീടിനു നേരെ ബോംബേർ ഉണ്ടായി. പോലീസ് ആക്ട് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ബോംബേർ ഉണ്ടായിരിക്കുന്നത്. ആളപായമോ മറ്റ് പരിക്കുകളോ ഒന്നും തന്നെയില്ല. പക്ഷേ ബോംബേറിൽ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും ഒപ്പം തന്നെ വാതിലുകളും തകർന്ന നിലയിലാണ്. ഇവിടെ പോലീസിന്റെ നിരോധനം പോലീസ് പ്രഖ്യാപിച്ച ശേഷവുമാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലും പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനം 5 ദിവസത്തേക്ക് പ്രഖ്യാപിച്ചത്. ഇന്നലെയായിരുന്നു റൂറൽ SP പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബാക്രമണം വീണ്ടും പേരാമ്പ്രയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് രാമനാട്ടുകര കോളാർകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് നേരെ ഇന്നലെ കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഹർത്താലിന് ശേഷവും കോഴിക്കോട് ജില്ലയിൽ സംഘപരിവാർ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. പോലീസ് നടപടികൾ ഏതൊക്കെ തരത്തിലാണ് പുരോഗമിക്കുന്നത്? RSS അക്രമികാരികൾ ഇതുവരെ അക്രമം നടത്തിയവർ, കൊലവിളി നടത്തിയവർ, അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ പോലീസ്? അവർക്കെതിരെ നടപടികൾ ഏതൊക്കെ തരത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്ന്? അജിംഷാദ്, ഇന്നലെ തന്നെ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കോഴിക്കോടിലെ പേരാമ്പ്രയിലും വടകരയിലും പോലീസ് നിരോധനം ഏർപ്പെടുത്തിയത്. പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനം, അതായത് പൊതുപരിപാടികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങളൊക്കെ തന്നെയും വിലക്കിക്കൊണ്ടുള്ള നിരോധനമായിരുന്നു ഇന്നലെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെയും പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് അറസ്റ്റ് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. 136ഓളം അറസ്റ്റാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിലുള്ളത്. പല RSS BJP പ്രവർത്തകരെയും ആക്രമണം നടത്തിയ RSS BJP പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ 136ഓളം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിഠായി തെരുവിൽ വലിയ തരത്തിലുള്ള സംഘർഷം അവർ ഹർത്താലിന്റെ പേരിൽ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് അല്പം മുമ്പ് 7 RSS BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ തരത്തിലുള്ള നടപടിയൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അറസ്റ്റ് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളത്. ശരി, മേഘാമാധവനാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരസംഘടനയെ പോലെയാണ് RSS പ്രവർത്തനം എന്ന് മന്ത്രി EP ജയരാജൻ. അക്രമം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടും, സമാധാനം ഉറപ്പിക്കാൻ CPIM ശ്രമിക്കും. ഷംസീറിന്റെ വീട്ടിന് നേരെ നടന്നത് BJP RSS നേതൃത്വത്തിന്റെ ആസൂത്രിത ആക്രമണം ആണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇത്തരം സ്ഥിതി അവസാനിപ്പിക്കാൻ BJPയുടെ ഉന്നത നേതൃത്വം ഇടപെടണം. RSSന്റെ ഒരു വിഭാഗത്തിൻ്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ആക്രമണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് കേരളത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പുതിയ മുന്നേറ്റത്തെ തടഞ്ഞ് അക്രമം എന്നൊരവസ്ഥ വരുത്തുക എന്നുള്ളതാണ് RSS ഉദ്ദേശിക്കുന്നത്. CPM BJP ആക്രമണം എന്ന വാർത്തയിലേക്ക് എത്തിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ ശ്രദ്ധ തിരിച്ചു പിടിക്കാനാണ് RSS ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് CPIM ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. BJPക്കാരുണ്ടാക്കുന്ന പ്രകോപനത്തിൽ CPM പ്രവർത്തകന്മാർ പെട്ടുപോകരുത്. വീടുകൾക്ക് നേരെ യാതൊരുവിധ അക്രമ സംഭവവും നടത്താൻ പാടില്ല എന്ന് ഉഭയകക്ഷി ചർച്ചയിൽ 2 പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനം അത് ലംഘിക്കാൻ പാടില്ല. ഇപ്പോൾ തലശ്ശേരി ലംഘിച്ചത് RSS ആണ് അതിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലായിടത്തും പാർട്ടി പ്രവർത്തകന്മാർ ഇടപെടണം എന്ന് പരസ്യമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ചർച്ച നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ തലശ്ശേരിയിൽ സമാധാന ചർച്ച നടന്നിരുന്നു. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ചയിൽ MLA പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് MLAയുടെ വീടിന് നേരെ ആക്രമണം നടത്തുന്നത്. ഈ സമീപനം തന്നെ പരിശോധിക്കപ്പെടേണ്ടത്. സമാധാന ചർച്ച ഒരു ഭാഗത്ത് നടക്കുക, സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരുടെ വീട് പോയിട്ട് ആക്രമിക്കുക. ഇതാണ് ഇന്നലെ തലശ്ശേരിയിലുണ്ടായത്. പക്ഷേ എന്നിരുന്നാലും സമാധാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജില്ലാതലത്തിൽ കലക്ടറും ബന്ധപ്പെട്ടവരോട് ഇടപെട്ട് സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. എവിടെയൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് അവിടെ കലക്ടർ തലത്തിൽ ഇടപെട്ട് സമാധാനം സ്ഥാപിക്കണം. ഇത് കേരളത്തിൽ നടക്കുന്ന വലിയ തോതിലുള്ള സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മുന്നേറ്റത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ള ഉദ്ദേശം RSSന് ഈ നീക്കത്തിൻ്റെ പിന്നിലുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ശബരിമല സമരം ശക്തമാക്കാനാണ് BJP തീരുമാനം. കേന്ദ്ര നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി അമിത്ഷായും ഈ മാസം കേരളത്തിലേക്ക് വരുന്നു. അവരെല്ലാവരും ഇവിടെ വരട്ടെ, നല്ലതല്ലേ? കേരളത്തിൽ ലോകസദ്യ ആകർഷിക്കുന്ന സ്ഥിതി വരട്ടെ. അമിത്ഷാ ഇടയ്ക്കിടെ കേരളത്തിൽ വരുന്നത് നല്ലതാണ്. അമിത്ഷാ വരുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ജനപിന്തുണ കേരളത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. അമിത്ഷായുടെ വരവ് ഇടയ്ക്കിടെ ഉണ്ടാവണം. അദ്ദേഹം ഓരോ പ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ കാണുമ്പോൾ BJPക്ക് തകർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഒരു മുന്നേറ്റവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പോയി പ്രചരണം നടത്തി എല്ലാ സ്ഥലത്തും BJP തോറ്റില്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും അമിത്ഷായുടെ പരിപ്പ് പോകാത്ത സ്ഥിതി വന്നു. എന്നിട്ടാണ് അവന് ഇവിടെ അമിത്ഷാ വന്നിട്ട് എന്ത് കുലുക്കാനാണ്? ഇവിടെ കുലുക്കാനുള്ള തടിയൊന്നും അമിത്ഷാക്ക് പോരാ. ഈ പന്തളത്തെ കൊലപാതകം ആസൂത്രിതമാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പാർട്ടി ഓഫീസിന് മുകളിൽ തമ്പടിച്ച് കല്ലുകൾ ശേഖരിച്ച് കർമ്മസമിതിക്ക് കയറി ഇറങ്ങിയെന്നുള്ളതാണ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട്. CPM എന്നാണ് കല്ല് പറയുന്നത്. ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് സംഭവം എന്നുള്ളത് പരിശോധിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് പറയേണ്ടത്. അത് അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ആസൂത്രിതമായൊരു സംഭവം നടക്കാൻ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായിട്ടുള്ള പ്രകടനത്തിൻ്റെ ഭാഗമായി ഉള്ള കല്ലേറാണ് ഉണ്ടായത്. അതൊരു ആസൂത്രിതമാണെന്ന് പറയാൻ സാധിക്കില്ല. സാന്ദർഭികമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഏതോ ഒരു തലതിരിഞ്ഞ പോലീസ് ഓഫീസർ എഴുതി കൊടുത്തതായിരിക്കും ആ ഒരു റിമാൻഡ് റിപ്പോർട്ട് എന്നത് മാത്രമേ പറയാൻ സാധിക്കൂ. ഈ കോഴിക്കോടിൻ്റെ മുട്ടായിത്തെരുവിൽ കടകളടപ്പിക്കാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നുണ്ടായ അറസ്റ്റുകാർ ക്ഷേത്രത്തിൽ നിന്നുണ്ടായ ആഘോഷം മുസ്ലിം പള്ളികൾ കൂടി കത്തിക്കും എന്നുള്ള തരത്തിലാണ് ഈ വർഗീയ കലാപത്തിന് ലക്ഷ്യമുള്ളതായി RSS രാജ്യത്തുടനീളം ശ്രമിക്കുന്നത് വർഗീയ കലാപത്തിലാണ്. പക്ഷെ വർഗീയ കലാപം കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ നടപ്പാക്കാൻ ഇവിടെ സാധിക്കില്ല. അതിനുള്ള ശ്രമം കേരളത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. അത് പക്ഷെ പരാജയപ്പെടുകയാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോഴും ചില RSSകാർ ആ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അനുവദിക്കില്ല, നടക്കാൻ പോകുന്നില്ല. കോഴിക്കോട്ട് അങ്ങനെ ചില പ്രചരണം നടത്തിയിരുന്നു. വർഗീയ ധ്രുവീകരണത്തിലുള്ള ചില നീക്കം നടത്തിയിരുന്നു. പള്ളിയിൽ ചില പ്രകോപനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് RSSൻ്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ കഴിയാത്തത്. ഈ പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടെന്ന് ചില കളക്ടർമാരും അതുപോലെ തന്നെ DGP പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ അക്രമകാരികളെ അടക്കം നേരത്തെ കസ്റ്റഡിയിലെടുക്കാനും ഇത്തരം വ്യാപകമായ അക്രമം ഉണ്ടാകുന്ന മുൻകൂട്ടി കാണാനും പോലീസിന് ജില്ലാതലത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ കോഴിക്കോട്ടെന്ന് കണ്ണൂരിന്നൊക്കെ ഉള്ള കളക്ടർമാർ പറഞ്ഞതായി വരുന്നത്. കാര്യത്തിൽ വീഴ്ച വന്നതായി തോന്നുന്നു. പോലീസ് RSSൻ്റെ പ്രവർത്തനത്തെ യഥാർത്ഥ രീതിയിൽ കാണാൻ തയ്യാറാവും. RSS മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസ് ഇടപെടണം. പോലീസ് ഓഫീസർമാർ പ്രവർത്തിക്കുന്ന ഓഫീസർമാരെ അവർ ഭയപ്പെടുത്തുകയാണ്. അതൊരു ഫാസിസ്റ്റ് രീതിയാണ് RSS കേരളത്തിൽ അവലംബിക്കുന്നത്. പോലീസ് ഓഫീസർമാരുടെ കുടുംബാംഗങ്ങളെ ഭയപ്പെടുത്തുകയാണ്. അമ്മയെ, അച്ഛനെ, ഭാര്യയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കൃത്യനിർവഹണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കില്ല എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിന് വിധേയമായിട്ട് പോലീസ് മാറാൻ പാടില്ല. അപ്പോൾ ഒരു വിഭാഗം പോലീസ് ഓഫീസർമാരെ നിഷ്ക്രിയരാക്കാൻ RSS കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.
അതിന് വിധേയമാകാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു വിഭാഗം പോലീസ് ഓഫീസർമാർ കേരളത്തിലുണ്ട് എന്നതുകൊണ്ടാണ് അവരുടെ ഉദ്ദേശം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്തത്. യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ പോലീസ് അങ്ങേയറ്റം ആത്മസംയമനം പാലിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത്തരം ആത്മസംയമനം ഒരു ദൗർബല്യമായി കണ്ട് നിയമം കയ്യിലെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യാതൊരു തരത്തിലും നോക്കി നിൽക്കാൻ പാടില്ല. ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവരെ അടിച്ചമർത്തണം. അതിന് സഹായകമായ നിലപാട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കണം. അത് സ്ത്രീകൾ കയറാനുള്ള സ്വാതന്ത്ര്യം സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനി ഒരു സ്ത്രീ കയറിയാലും 10 സ്ത്രീ കയറിയാലും 1000 സ്ത്രീ കയറിയാലും ഫലം ഒന്ന് തന്നെയാണ്. ആർക്കും അത് തടയാൻ ഇനി സാധിക്കുന്നതല്ല. 2 സ്ത്രീകൾ കയറി എന്നറിഞ്ഞപ്പോൾ ഹർത്താൽ നടത്തി. ഇനിയിപ്പോൾ 10 സ്ത്രീകൾ കയറി എന്നറിഞ്ഞാൽ 10 ദിവസത്തെ ഹർത്താൽ നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന RSS പരിഹാസ്യമായി കൊണ്ടിരിക്കുന്നുള്ളതല്ലാതെ ഇതിനെതിരായിട്ട് BJPക്കകത്തിൻ്റെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയല്ലേ. മുരളീധരനാണ് പരസ്യമായിട്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നത്. സ്ത്രീ പ്രവേശനത്തെ അനുകൂലമാണ്, അവരെതിരല്ല എന്നാണ് ഇന്നലെ പാർലമെൻറ്റിലും മീനാക്ഷി ലേഖി പറഞ്ഞത്. ആംബുലൻസ് കൊണ്ടുപോയതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നതാണ് പറഞ്ഞത്. സ്ത്രീ കയറുന്നതിന് എതിർപ്പില്ലെന്നാണ് പാർലമെൻറ്റിൽ മീനാക്ഷി ലേഖി പറഞ്ഞതായിട്ട് കാണുന്നത്. എന്താണ് BJPയുടെ യഥാർത്ഥ നിലപാട്? സ്ത്രീകൾ കയറുന്നതിന് അനുകൂലമാണോ എതിരാണോ? അവർ തന്നെ ഓരോ നേതാക്കന്മാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ നിലപാട് അവർക്കിത് തുടരാൻ കഴിയില്ല. സുപ്രീം കോടതി വിധി അന്തിമമാണ് ഇന്ന് രാംവിലാസ് പാസ്വാനും ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ പരിഹാസ്യതയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് BJP ഇനി അതിനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ മുഖം വികൃതമായി കൊണ്ടിരിക്കുകയാണ് BJP നേതൃത്വത്തിൻ്റെ ഇത്തരം സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട്. അതുകൊണ്ട് സുപ്രീം കോടതി വിധി ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യത ഏത് സംസ്ഥാനത്തിൻ്റെയും ഗവൺമെൻറ്റിനുണ്ട്. അതാണ് മഹാരാഷ്ട്രയിൽ ശനി ക്ഷേത്രത്തിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ടല്ലോ. അത് മഹാരാഷ്ട്രയിലെ BJP ഗവൺമെൻറ്റിനെ അനുവദിച്ചില്ലേ? അവിടുത്തെ ഒരു മുസ്ലിം ദർഗയിൽ സ്ത്രീകൾ പ്രവേശനം കൊടുത്തില്ലേ? BJP ഗവൺമെൻറ്റല്ലേ എവിടെയുള്ളത്? കോടതി വിധി ഏത് സ്റ്റേറ്റിലായാലും നടപ്പാക്കേണ്ടതായിട്ട് വരും. അതൊരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ വലിയ യാഥാസ്ഥിക നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ഭടാധിപതിയാണല്ലോ കർണാടകത്തിലെ പെജാർ ഭടാധിപതി. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് സ്ത്രീകൾക്ക് ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് തെറ്റാണ്. അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് പട്ടികജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു, അതേപോലെ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുകയാണ്. ഇത് ശരിയല്ല എന്ന് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹം പോലും ഇന്നലെ പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ വിവാദം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതും അതിനകത്ത് ഗുണപരമായ ഒരു ചർച്ചയായിട്ട് മാറുന്നു എന്നുള്ളതും ഇത്തരം ചർച്ചകളുടെ ഫലമായി വരുന്നൊരു മാറ്റമാണ്. അത്തരം ചർച്ചകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, പക്ഷേ അക്രമം വേണ്ട. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. CPM പ്രവർത്തകർ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞല്ലോ. ഹർത്താൽ ദിനത്തിൽ ഈ അക്രമികൾ അഴിഞ്ഞാടിയപ്പോൾ എതിർവശത്ത് നിന്ന് CPM പ്രതിരോധിക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയമായി എത്രത്തോളം ഗുണകരമാണ്? ഞങ്ങൾ എവിടെയും അങ്ങനെ ഒരു നിലപാട് അക്രമം നടത്തിയിട്ടില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ അത് പ്രതിരോധിക്കുക എന്നുള്ളത് മനുഷ്യസഹജമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ കണ്ണിലൊരു ഈച്ച കുത്താൻ വരുമ്പോൾ ഈച്ചേനെ നമ്മൾ തടുക്കൂലേ? അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രതിരോധമൊന്നും ഇവിടെ അങ്ങോട്ട് ആക്രമണത്തിനൊന്നും പോയിട്ടില്ല. അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടേ അല്ല. അങ്ങനെ അങ്ങോട്ട് ആക്രമണത്തിന് പോവുകയുമില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവർ മനസ്സിലാക്കണം, അങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ കീഴടങ്ങി കൊടുക്കില്ല. മറ്റു പല ആളുകളും RSSന് മുമ്പിൽ കീഴടങ്ങി കൊടുക്കും, പക്ഷേ ഞങ്ങൾ കീഴടങ്ങില്ല. ഈ വ്യത്യാസം CPM-ഉം മറ്റു പാർട്ടികളും തമ്മിലുണ്ട്. മറ്റ് സ്റ്റേറ്റിലൊക്കെ എന്താണ് RSSന് പ്രതിരോധമില്ല, കീഴടങ്ങിക്കൊടുക്കും. ഞങ്ങൾ കീഴടങ്ങില്ല. ആ വ്യത്യാസം ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള RSS തിരിച്ചറിയണം. മറ്റ് സ്ഥലത്ത് കോൺഗ്രസ്സുകാർ കീഴടങ്ങിയതുപോലെ ഞങ്ങൾ കേരളത്തിൽ കീഴടക്കാം എന്ന് വിചാരിക്കണം. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ 216 CPM-കാരെ കൊന്നില്ലേ RSSകാർ. എന്നിട്ട് CPM-ന് ഇല്ലാതാക്കാൻ സാധിച്ചോ? അതുകൊണ്ട് ആ കളി കേരളത്തിൽ വേണ്ട. അതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. ഈ CPM RSS സംഘർഷം നടക്കും. ശബരിമല പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സംഘർഷം നടക്കുന്നത് CPM ഒരു ഗുണമാണ്. ഈ ചർച്ചയിൽ നിന്ന് വഴി തിരിച്ചുവിടാനാണ് എന്നാണ് BJP രാവിലെ ആരോപണം. അതൊരു ഈ അക്രമം ആക്കണം. അല്ല, ഈ അക്രമം ഞങ്ങൾക്ക് നല്ലതല്ല. ഞങ്ങൾ ഈ അക്രമം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പരസ്യമായിട്ട് പറയുന്നത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനവും നടത്താൻ പാടില്ല. ഇതിന്ന് നമ്മുടെ CPM പ്രവർത്തകന്മാർ തന്നെ എവിടെയെങ്കിലും അത്തരത്തിലുള്ള നീക്കമുണ്ടെങ്കിൽ പിന്തിരിയണം എന്ന് പരസ്യമായിട്ട് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് അക്രമം ഒരു തരത്തിലും ഈ സാഹചര്യത്തിൽ ഒരാൾക്കും നല്ലതല്ല, സമൂഹത്തിന് നല്ലതല്ല. അക്രമം
മാർക്സിസ്റ്റ് അക്രമം മറ്റക്രമം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം അക്രമ സംസ്ഥാനമാണെന്ന് വരുത്തുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ മാത്രമേ സഹായിക്കൂ. അത് നല്ലതല്ല എന്നതുകൊണ്ടാണ് അത്തരം സ്ഥിതി പാടില്ല ഇത് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. ഈ അക്രമം വ്യാപകമായ പോലീസിൻ്റെ ഭാഗത്ത് ജാഗ്രതക്കുറവില്ല. പോലീസിന് ഇത്തരം കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പോലീസ് ഇല്ലാത്തതുകൊണ്ടാണോ ജമ്മു കാശ്മീരിൽ അക്രമം നടക്കുന്നത്? പട്ടാളത്തിൻ്റെ കീഴിലല്ലേ ജമ്മു കാശ്മീർ? പട്ടാളത്തെയും പോലീസിനെയും വെച്ച് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ കഴിയില്ല. നമ്മൾ ജനങ്ങൾ തന്നെ സമാധാനം പാലിക്കണ്ടേ? പോലീസിനെ ദിവസവും കുറ്റപ്പെടുത്തി പോലീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അടികൂടുന്നത് പറയാൻ പറ്റുമോ? ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണ്. അതുകൊണ്ട് പോലീസല്ല എല്ലാ സ്ഥലത്തും വീട്ടിൻ്റെ മുമ്പിൽ പോലീസിനെ കാവൽ നിർത്തി ജീവിക്കാൻ പറ്റും. എല്ലാ ആളുകളുടെ പിന്നാലെ 100 പോലീസുകാരെ നിർത്തി യാത്ര ചെയ്യാൻ പറ്റും? അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. അത് പോലീസിന് അങ്ങനെ ചെയ്യാനും സാധിക്കില്ല. അതല്ല നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. കേരളം ഒരു പരിഷ്കൃത സമൂഹമായിട്ട് മാറുമ്പോൾ ഇത്തരത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മൾ ഓരോരുത്തരും അത് സ്വയം സ്വീകരിക്കേണ്ടതൊരു കാര്യമാണ്. അതുകൊണ്ട് അക്രമം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ആദ്യ ദിവസം നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രി ഇന്നലെ ശുദ്ധിക്രിയ നടയടക്കുന്നില്ലെന്ന് ഒരു കഥ അടയ്ക്കുന്ന ഒരു സാഹചര്യം അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുക. അതൊക്കെ ശുദ്ധിക്രിയ എന്ന് പറയുന്നത് തന്നെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് ഇത് സംബന്ധിച്ച് പാണ്ഡിത്യമുള്ള ചില വ്യക്തികൾ പറയുന്നത്. ഡോക്ടർ രാജൻ ഗുരുക്കളുടെ ഒരു ലേഖനം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ശുദ്ധിക്രിയ? അതൊരു ശുദ്ധിക്രിയ പൂർത്തിയാക്കണമെങ്കിൽ ദിവസങ്ങളെടുക്കും. ഇത് 1 മണിക്കൂർ കൊണ്ട് നടത്തിയ ശുദ്ധിക്രിയ ഈ പറയുന്ന ശുദ്ധിക്രിയ അല്ല എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിവരമില്ലാത്ത മേഖലകളാണ്. അത് തർക്ക വിതർക്കത്തിന് വേണ്ടി അവർക്ക് വിട്ടുകൊടുക്കുക. എന്താണ് ശുദ്ധിക്രിയ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പ്രതികരിച്ചിട്ട് എന്താണ് കാര്യം? നേരത്തെ ഒരു വിഭാഗം പോലീസ് ഓഫീസർമാരെ പോലീസുകാരെ നിഷ്ക്രിയരാക്കാനാണ് RSSന്റെ ശ്രമം നടന്നത്. അതിന് ഈ പല കാര്യങ്ങളും ഈ ശബരിമലയുടെ സ്ഥിതിയായാലും പല വിഷയങ്ങളിലും ഈ RSSകാരായ പോലീസുകാർ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുണ്ടാകാം, സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇത്തരം ഒരു ഉദ്ദേശം തടയാൻ RSSന് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ സ്വാധീനിക്കും, ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചെന്ന് വരും. ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ പോലീസിന് കഴിയണം, പൊതുവിൽ കഴിയണം. പോലീസിനകത്ത് പല വിഭാഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഏതെങ്കിലും ആളുകൾ വിചാരിച്ചാൽ പോലീസിൻ്റെ പൊതു തീരുമാനത്തെ പരാജയപ്പെടുത്താൻ അനുവദിക്കരുത്. പോലീസ് എപ്പോഴും ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടവരാണ്. അത് പരാജയപ്പെടുത്താൻ ഏതെങ്കിലും പോലീസ് ഓഫീസർമാർ അതിനകത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരുടെ പേര് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഈ വനിതാ മതിലിന് ശക്തമായ പിന്തുണ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. വി ഹാവ് ബീൻ ബിട്രേഡ് ബാഡ്ലി ഇൻ ദി നെയിം ഓഫ് നവോത്ഥാന എന്നാണ് ഇതിന്റെ ഹെഡ്ലൈൻസ് കൊടുത്തിരിക്കുന്നത്. നവോത്ഥാന മതിലിന്റെ പേരിൽ തന്നെ അത് നവോത്ഥാന മതിൽ നടത്തിയതും ഈ സ്ത്രീ പ്രവേശനവും തമ്മിൽ ബന്ധമില്ല. അതാ ഭാഗമായിട്ട് അതിൻ്റെ ബന്ധമുണ്ട് എന്ന് വിചാരിച്ചിട്ട് പറയുന്നൊരു പ്രതികരണം മാത്രമാണ്. നവോത്ഥാന മതിലെന്ന് പറയുന്ന മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള പൊതു ആശയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നവോത്ഥാനത്തിൻ്റെ ഇന്നത്തെ രൂപമാണ് സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ ശാക്തീകരണം. ഇന്നത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനമായിരുന്നെങ്കിൽ ഇന്ന് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ളതാണ് ഇപ്പോഴത്തെ നവോത്ഥാന പ്രസ്ഥാനം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്കും ഇതിൽ പങ്കെടുക്കാം. അത് ശബരിമലയിൽ സ്ത്രീ പ്രശ്നം സംബന്ധിച്ച് SNDP ജനറൽ സെക്രട്ടറിക്ക് നേരത്തെ നിലപാടുണ്ട്. ആ നിലപാടുള്ളപ്പോൾ തന്നെയാണ് അവരിതുമായിട്ട് സഹകരിച്ചത്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്ക് സ്വതന്ത്രമായി ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല. ശബരിമല സ്ത്രീ പ്രവേശനം സംഭവിച്ച പശ്ചാത്തലത്തിൽ വനിതാ മതിലിന്റെ പേരിൽ വലിയ ഐക്യമൊക്കെ ഒരു വിഭാഗം ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുണ്ടായിരുന്നു. അത് ശിഥിലമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിന്റെ സൂചനയൊക്കെയാണ് SNDPയുടെ ഭാഗത്ത് നിന്ന് വന്നു പറഞ്ഞത്. നവോത്ഥാന മൂല്യങ്ങളുടെ തുടർച്ച കേരളത്തിലുണ്ടാവും. അത് ശിഥിലമാക്കാൻ ആർക്കും സാധിക്കില്ല. അത് ശിഥിലമാക്കണമെന്നുള്ള ഉദ്ദേശം അവർക്കാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി തന്നെ ഇതിന് ശേഷം തന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവർ തന്നെ യോഗം ചേർത്ത് തുടർ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയാണ് വേണ്ടത്. ഈ സാവകാശ ഹർജി കൊടുത്തതിന് ശേഷം സ്ത്രീകളെ കയറ്റില്ലെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞതിന് ശേഷം ഇരുട്ടിൻ്റെ മറവിൽ പോലീസിൻ്റെ കണ്ണൂരിൽ നിന്നുള്ള പോലീസിൻ്റെ സാന്നിധ്യത്തിൽ യുവതികളെ കയറ്റി വഞ്ചിക്കപ്പെട്ടു എന്ന ഒരു പൊതുവികാരം സമൂഹത്തിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് CPM അത് മനസ്സിലാക്കുന്നുണ്ട്. സ്ത്രീകളെ കയറ്റില്ലെന്ന് ആര് പറഞ്ഞു? സ്ത്രീകളെ കയറ്റില്ലെന്ന് പറഞ്ഞാൽ ആർക്കാണ് അധികാരമുള്ളത്? സുപ്രീം കോടതിക്ക് മുകളിൽ ആരാണുള്ളത്?
നിയമത്തിൻ്റെ താഴെയാണ് ഏതാളും. മന്ത്രിയായാലും തന്ത്രിയായാലും ഒക്കെ നിയമത്തിൻ്റെ കീഴിലാണ്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമാണ്. ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഭരണഘടന ലംഘിക്കാൻ പാടില്ല, മൗലിക അവകാശം നിഷേധിക്കാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഒരാൾക്കും സുപ്രീം കോടതി വിധി പ്രകാരം സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചത് അംഗീകരിക്കില്ല എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല. പുലർച്ചെ യുവതികളെ കയറ്റിയത് CPM നടത്തുന്ന ഗൂഢാലോചന. CPM-ഉമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയല്ലേ ഇവർ CPM-ഉമായിട്ട് ബന്ധമില്ല. CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെടുത്ത തീരുമാനമാണെങ്കിൽ രണ്ടാളല്ലല്ലോ കാര്യം. ഈ പറയുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ? CPM എടുത്ത തീരുമാനമാണെങ്കിൽ അത് തടയാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. ഞങ്ങൾക്ക് ഒരു സ്ത്രീയെയും കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നടപടിയല്ല സ്ത്രീകൾ അവിടെ പ്രവേശിച്ചത്. അവർ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ എങ്ങനെയാണ് വന്നത്. ബാഹ്യപ്രേരണയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആംബുലൻസിനാണ് പോയതെന്നും കഥയുണ്ടാക്കി. അതൊന്നും ഇല്ലാന്ന് അവർ കൃത്യമായി പറഞ്ഞില്ലേ. സാധാരണ സ്ത്രീകൾ പോകുന്ന വഴിയിൽ കൂടി തന്നെയാണ് ഞങ്ങൾ പോയത് എന്നൊക്കെ അവർ പരസ്യമായിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ അത് സംബന്ധിച്ച് ആംബുലൻസ് കൊണ്ടുപോയി എന്നൊക്കെയുള്ള കഥയുണ്ടാക്കിയത് ഇത് വക്രീകരിച്ചുകൊണ്ട് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. ഇപ്പോൾ പല സ്ത്രീകളും അവിടെ പോയതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പത്രത്തിൽ കണ്ട് 10 ആൾ പോയി. ഇപ്പോൾ പോകുന്ന സ്ത്രീകളെ ഇപ്പോൾ ഇന്നലെ കണ്ടൊരു സ്ത്രീകളുടെ പ്രായം എങ്ങനെയാണെന്ന് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എന്തൊക്കെയാണ് സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന വിവേചനം? പ്രായത്തിൻ്റെ പേരിൽ വിവേചനം, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ വിവേചനം. ഇതൊക്കെ നോക്കിയിട്ടാണോ സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്? അതുകൊണ്ട് സ്ത്രീകളുടെ പ്രവേശനം തടയാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. സുപ്രീം കോടതി വിധിയോടുകൂടി അത്തരം അഭിപ്രായങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഈ രാഷ്ട്രീയത്തിലധികമായി ഒരുപാട് സ്ത്രീകൾ ഈ വനിതാമതിൽ പങ്കുചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരം ഈ വനിതാമതിനുകൊണ്ട് ഇതങ്ങ് നിർത്തുമോ, അതോ ഇത്തരം ഈ പങ്കാളികളായവരെ കൂടുതൽ ഇതിനോട് ചേർത്ത് നിർത്താൻ ആവശ്യമായ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നുണ്ടോ? അതാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം. വനിതാ മതിലോടുകൂടി നിർത്തേണ്ട ഒരു കാര്യമല്ല. നവോത്ഥാന സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ പുന്നല ശ്രീകുമാർ ഇക്കാര്യം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മതിലിനോടുകൂടി നിൽക്കുന്നില്ല, തുടർ പ്രവർത്തനം വേണം, ധാരാളം ഇടപെടൽ കേരളത്തിൽ വേണ്ടതുണ്ട്. ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കേരളത്തിലെ പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പുതിയ അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കണം, ഭരണഘടനാ തത്വങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം. അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിക്ക് തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ വേണമെന്നുള്ളത് ആ സമിതി തന്നെ ആലോചിച്ച് തീരുമാനിക്കണം. അങ്ങനെ സമിതി എടുക്കുന്ന തീരുമാനത്തിന് CPM പിന്തുണക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് സമിതിയിലേക്ക് ചേരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് പല നവോത്ഥാനവുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ള വ്യക്തികൾ, സംഘടനകൾ കേരളത്തിലുണ്ട്. അവരെല്ലാം ചേർത്തുകൊണ്ട് ഇത് കൂടുതൽ വിപുലീകരിക്കുകയും ഇത് കീഴേ തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. അക്കാര്യം ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. സോണിയാഗാന്ധി എടുത്ത നിലപാട് സ്വാഗതാർഹമാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ MP-മാരുടെ സമീപനം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നില്ല എന്നിന്നത്തെ നിലപാടോടുകൂടി വ്യക്തമായി കഴിഞ്ഞു. ഇനിയും എന്തിനാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇതുമായി മുന്നോട്ട് പോകേണ്ട കാര്യം? സോണിയാഗാന്ധി എടുത്ത നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടല്ലേ? രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടല്ലേ? ഇപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അമിത്ഷാ പറയുന്നതാണോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട്? ഇത് കോൺഗ്രസിനകത്ത് വരുന്നൊരു വലിയ ഒരു പ്രശ്നം. അതിനകത്ത് തന്നെ ഒരു പുതിയ ചേരിതിരിവ് രൂപം കൊള്ളാൻ പോവുകയാണ്. മുല്ലപ്പള്ളിയുടെ നിലപാടല്ല രമേശ് ചെന്നിത്തലക്ക് ഇതിനകത്ത് പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാടിനോട് യോജിക്കുന്ന വിധത്തിലാണ് മുല്ലപ്പള്ളിയുടെ നിലപാട് പുറത്തു വരുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ചെന്നിത്തലയുടെ നിലപാട് വരുന്നത്. ഇത്തരം ഒരു പുതിയ ചേരിതിരിവ് കോൺഗ്രസിൽ രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കപ്പെടുന്നൊരു കാര്യമാണ്. ശരി. കോടിയേരി ബാലകൃഷ്ണൻ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള അക്രമങ്ങൾ ഒപ്പം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പൊതുസമൂഹത്തിന് ഭീഷണിയാകുന്ന പ്രകോപനങ്ങൾ ഇവയൊക്കെ വളരെ കരുതലോടുകൂടി മുമ്പോട്ട് നീക്കുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് CPIM-ഉം ചെയ്യേണ്ടത്.
അക്രമകാരികൾ സംഘപരിവാർ ബോധപൂർവമാണ് അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തെ കലാപകലുഷിതമാക്കാനും അതുവഴി അവരുടെ ഹിഡൻ അജണ്ട നടപ്പാക്കാനുമുള്ള പ്രവൃത്തിയാണ് RSSന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനെതിരെ കരുതലോടുകൂടി മാത്രമേ നീങ്ങാവൂ. അവരുണ്ടാക്കുന്ന പ്രകോപനങ്ങളിൽ വീഴരുത്. ഒപ്പം വളരെ കരുതലോടെയും ജാഗ്രതയോടും വേണം പ്രവർത്തിക്കാൻ എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജീവൻ, അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, RSS ബോധപൂർവമായി നടത്തുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളും പ്രകോപനങ്ങളിലും ഒരിക്കലും പൊതുസമൂഹം വീടരുത് എന്ന അർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ CPIM വ്യക്തമാക്കിയ കാര്യങ്ങൾ. ഒപ്പം ഈ വ്യാപകമായി ആക്രമം ഉണ്ടാക്കുന്ന BJPയും സ്വാഭാവികമായി ചില പ്രതികരണങ്ങൾ മനുഷ്യ സഹജമായി ഉണ്ടാക്കുന്ന ആൾക്കാരെയും കൂടി ചേർത്ത് രണ്ടുപേരെയും അക്രമത്തിന്റെ രണ്ട് വശം BJP CPIM എന്ന രീതി മാധ്യമങ്ങളടക്കം ചില മാധ്യമങ്ങളടക്കം തുടരുന്ന ഒരു രീതിയുണ്ട്. അതിനെയും വളരെ ശക്തമായി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? സംസ്ഥാന വ്യാപകമായി CPIMന്റെ പാർട്ടി ഓഫീസുകൾക്കും അതോടൊപ്പം നേതാക്കളുടെ വീടുകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് CPIMന്റെ സംസ്ഥാന കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ മാധ്യമങ്ങളെ കണ്ടത്. തലശ്ശേരിയിൽ ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും CPIM പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെ നിരന്തരമായി ബോംബാക്രമണം നടക്കുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. RSSകാർ വലിയ തോതിൽ ബോംബ് ശേഖരിക്കുകയാണ്. തിരുവനന്തപുരം മലയങ്കീഴ് സരസ്വതി വിദ്യാലയത്തിലാണ് ഇന്നലെ അവർ ബോംബ് ശേഖരിച്ചു വെച്ചതെങ്കിൽ ക്ഷേത്രങ്ങളടക്കമുള്ളവ ഇത്തരത്തിൽ ആയുധ ശേഖരണത്തിനുള്ള ഉപകരണമാക്കുകയാണ്. BJPക്കാർ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളിൽ ഒരു കാരണവശാലും CPIM പ്രവർത്തകർ വീഴാൻ പാടില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. യഥാർത്ഥ CPIMും RSSും തമ്മിൽ സംഘർഷമുണ്ടാക്കി യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചു വിടാനാണ് അവരുടെ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. കോഴിക്കോട് വർഗീയ കലാപത്തിനുള്ള ശ്രമമാണ് RSS നടത്തിയത്. സത്യസന്ധവും ന്യായവും നീതിയുക്തവുമായി ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാരെയും കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി അവരെ നിർവീര്യമാക്കാനുള്ള ശ്രമം RSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത്തരത്തിൽ എന്നാൽ നിരന്തരമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ചില പ്രതിരോധങ്ങൾ CPIMന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് കണ്ണിന് നേരെ ഒരു ഈച്ച മാറി വരുമ്പോൾ സ്വാഭാവികമായും അതിനെ കൈകൊണ്ട് തട്ടി അകറ്റാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. അത്തരം കാര്യം നീക്കങ്ങൾ മാത്രമാണ് തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. RSSകാർ മനസ്സിലാക്കേണ്ടത് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ തങ്ങൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കില്ല, എന്നാൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പോലെയോ തങ്ങൾ കീഴടങ്ങി കൊടുക്കില്ല. അതാണ് CPIMന്റെ വ്യത്യാസം. മറ്റു പാർട്ടികളുമായുള്ള CPIMന്റെ വ്യത്യാസം അതാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സ്ത്രീകൾ കയറുന്നതിനല്ല ആംബുലൻസിൽ കൊണ്ടുപോകുന്നവരാണ് എതിർപ്പെന്ന് ഇന്നലെ BJP നേതാവ് മീനാക്ഷിയിലേക്ക് പറയുന്നു. സ്ത്രീകൾ കയറുന്നതിൽ തെറ്റില്ലെന്ന് V മുരളീധരൻ പറയുന്നു. ഒരേ സമയം ദേശീയ തലത്തിൽ ഒരു നിലപാടെടുക്കുകയും വേറൊരു തലത്തിൽ കേരളത്തിൽ മറ്റൊരു നിലപാടെടുക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസും BJPയും ചെയ്യുന്നത്. സോണിയാഗാന്ധി കോൺഗ്രസ് തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഹൈക്കമാൻഡിന്റെ നിലപാടാണ് മുല്ലപ്പള്ളിക്കുള്ളപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ വ്യത്യസ്തമായ നിലപാടാണുള്ളത്. അങ്ങനെ തലതിരിഞ്ഞ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെയും BJPയെയും ജനം തിരിച്ചറിയണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതായത് ഒപ്പം സൂചിപ്പിച്ച പ്രധാന കാര്യമുണ്ട്. അതായത് ഈ ശബരിമലയിൽ സുപ്രീം കോടതി വിധി പ്രകാരം 2 യുവതികൾ കയറിയതിനു ശേഷം വ്യാപകവും ബോധപൂർവവുമായ അക്രമം ജില്ലകൾ തോറും എല്ലാ ജില്ലകളെയും കേന്ദ്രീകരിച്ച് RSSും BJPയും നടത്തുകയാണ്. വ്യാപകമായ ആക്രമണം മാധ്യമപ്രവർത്തകർക്ക് നേരെ അടക്കം വീടുകൾക്ക് നേരെ അടക്കം അങ്ങനെ വ്യാപകമായ അക്രമം നടത്തുന്ന ബോധപൂർവമായ അക്രമം നടത്തുന്ന RSSനെയും BJPയും ഒപ്പം ഒറ്റപ്പെട്ട ചില പ്രതിരോധങ്ങളെയും ചേർത്ത് RSS BJP സംഘർഷം അല്ലെങ്കിൽ RSS CPIM സംഘർഷം BJP CPIM സംഘർഷം എന്ന രീതിയിൽ വലിയ ആക്രമണങ്ങൾ ബോധപൂർവം നടത്തിക്കൊണ്ടുവരുന്ന അവരെയും ഒറ്റപ്പെട്ട രീതിയിൽ ചിലപ്പോൾ പ്രതിരോധങ്ങൾ തീർക്കുന്ന സംഘടനകളെയും ചേർത്ത് ഇതൊരു സാമാന്യവൽക്കരണം അക്രമത്തിലെ സാമാന്യവൽക്കരണം എന്ന രീതിയിലേക്ക് പോകരുത് എന്ന കാര്യം വളരെ വ്യക്തമാക്കി അടിവരയിട്ട് കോടിയേരി പറഞ്ഞില്ലേ, എന്താണത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇങ്ങോട്ട് CPIMന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വയം ആക്രമിക്കപ്പെടാനായി CPIM പ്രവർത്തകർ നിന്നുകൊടുക്കില്ല.
സ്വാഭാവികമായും ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് ആക്രമണം വരുന്ന പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കാൻ CPIM പ്രവർത്തകർ തയ്യാറായിട്ടുണ്ടാകും. പക്ഷേ തങ്ങളായി എവിടെയും ഒരു ആക്രമണവും ആരംഭിച്ചിട്ടില്ല. ആക്രമണം ആരംഭിച്ചത് മുഴുവൻ RSS ആണ്. അതുകൊണ്ട് തന്നെ സമാധാന ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു, RSSനോട് ആവശ്യപ്പെട്ടു. എന്തായാലും സംസ്ഥാന വ്യാപകമായി RSSനെതിരെ RSS CPM സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഒരു സമാധാനപരമായി ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത് എന്നതും പ്രസക്തമാണ്. ശരി, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. RSS BJP ആക്രമണ കേസുകൾ കൊല്ലം ജില്ലയിൽ അറസ്റ്റ് തുടരുകയാണ്. കൊട്ടിയത്ത് പോലീസിനെ ആക്രമിച്ച സംഭവത്തിലും ചാത്തന്നൂരിൽ കടകൾ അടിച്ചു തകർത്ത കേസിലും 10 പേർ പിടിയിലായി. വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജ്കുമാർ, അതായത് കൊട്ടിയത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണിന് തകരാറുണ്ടാകുന്ന രീതിയിലുള്ള ആക്രമണമാണ് RSSന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസിന് നേരെ മാത്രം വ്യാപകമായി കൊല്ലം ജില്ലയിൽ ആക്രമണങ്ങൾ ഉണ്ടായി. ഏതൊക്കെ തരത്തിലാണ് RSSകാരായ പ്രതികളെ പിടികൂടിയത് പോലീസ്? കനത്ത ജാഗ്രതയിലുള്ള അറസ്റ്റ് നീക്കമാണോ നടക്കുന്നത്? തീർച്ചയായും അക്രമികാരികൾ ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമായി കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ അറസ്റ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഹൈക്കോടതിയുടെയും മറ്റും നിരവധി ഇതിൽ നിരീക്ഷണങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് പോലീസ് വളരെ കരുതലോടുകൂടി ഓരോരുത്തരെയും തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയത്ത് CI അജയനാഥിന്റെ കൈക്കായിരുന്നു ഈ RSS ക്രിമിനലുകളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. അതേസമയം കൊട്ടിയം SI അനൂപ്, അദ്ദേഹത്തിന്റെ കണ്ണിന്, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ കണ്ണിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ചികിത്സയിലാണ്. കൊട്ടിയം CI അജയനാഥിന്റെ കൈക്ക് പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കൈയുടെ എല്ലിന് പൊട്ടലുണ്ട്. മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയ്ക്കും പരിക്കേറ്റിരുന്നു. അതുപോലെ കൊല്ലത്ത് തന്നെ നിരവധി സ്ഥലങ്ങളിൽ പോലീസ് ജീപ്പുകൾ അടിച്ചു തകർക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഏതാണ്ട് ഈ ചാത്തന്നൂർ ഡിവിഷനിൽ മാത്രം ഈ കൊട്ടിയത്ത് പോലീസുകാരെ ആക്രമിച്ച കേസിൽ 7 പേരെയും ചാത്തന്നൂരിൽ വ്യാപാരി വ്യവസായി സമിതി CPM നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കട അടിച്ചു തകർത്ത് അതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട 3 പ്രതികളെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. 10 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അറസ്റ്റ് ഇനിയും തുടരും. അതായത് രാജ്കുമാർ, ഈ പോലീസിനെ സ്റ്റേഷനിൽ അടക്കം കയറി ആ അക്രമ സമയത്ത് മർദ്ദിക്കുകയും അടിക്കുകയും കണ്ണുപോവുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. ഈ പോലീസിനെ ആക്രമിച്ച കൊട്ടിയത്തെയും കുണ്ട്രയിലെയും മറ്റ് കൊല്ലം ജില്ലയുടെ ഭാഗങ്ങളിലും പോലീസിനെ ആക്രമിച്ച കേസിൽ എത്ര RSS പ്രതികളെ പിടികൂടിയിട്ടുണ്ട്? പോലീസിനെ ആക്രമിച്ച കേസിൽ കരുനാഗപ്പള്ളിയിൽ ഇന്നലെ 5 പേരെ പിടികൂടിയിരുന്നു. അതുകൂടാതെയാണ് ഇന്നിപ്പോൾ 7 പേരെ കൊട്ടിയത്ത് പിടികൂടിയിട്ടുള്ളത്. ആകെ 12 പേരെയാണ് ഇപ്പോൾ ഇതുവരെ പിടികൂടിയത്. മറ്റുള്ള സ്ഥലങ്ങളിൽ പോലീസ് വാഹനം ആക്രമിക്കുകയും പോലീസ് വാഹനം അടിച്ചു തകർക്കുകയും കല്ലേറിൽ ചില്ല് തകർന്ന നാശനഷ്ടവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 60ഓളം പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. കരുതൽ തടങ്കലിൽ നിരവധി പേർ കൊല്ലം ജില്ലയിലും പോലീസിന്റെ കരുതൽ തടങ്കലിലുണ്ട്. ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ റൂറൽ SP-യും അറിയിച്ചിട്ടുള്ളത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വ്യാപകമായി പ്രത്യേകിച്ച് CPIM ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായി ആക്രമണം നടത്തിയ RSS പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടാകുന്ന തരത്തിലേക്ക് ആക്രമണം നടത്തിയ RSS സംഘങ്ങൾക്കെതിരെയും ശക്തമായ നിരീക്ഷണവും അറസ്റ്റും തുടരുകയാണ് കൊല്ലം ജില്ലയിൽ. ഇതിന്റെ വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന അടൂരിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മേഖലയിൽ 50-ൽ പരം വീടുകൾ ആക്രമിക്കപ്പെടുകയും 2 ഇടങ്ങളിലായി പെട്രോൾ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ നടപടി. കടൂർ, കൊടുമൺ, പന്തളം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ സംഘം ചേരുന്നതിനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി തുടരുന്ന സംഘർഷത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജുവിൻ്റെതടക്കം 50-ലേറെ വീടുകളും CPIM പാർട്ടി ഓഫീസുകളും അടിച്ചു തകർക്കപ്പെട്ടു. അടൂർ ടൗണിൽ ഒരു മൊബൈൽ കടയ്ക്ക് നേരെയും CPIM ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രന്റെ വീടിന് നേരെയും വ്യാഴാഴ്ച ബോംബാക്രമണവും ഉണ്ടായി. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷയാണ് പോലീസ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്.
ഭീകര സംഘടനയെ പോലെയാണ് RSS പ്രവർത്തനം എന്ന് EP ജയരാജൻ. അക്രമം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടും, സമാധാനമുറപ്പിക്കാൻ CPIM ശ്രമിക്കും. ഷംസീറിന്റെ വീടിന് നേരെ നടന്നത് BJP RSS നേതൃത്വത്തിലുള്ള ആസൂത്രിത അക്രമമാണെന്നും EP ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഷംസീറിന്റെ വീടിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം യഥാർത്ഥത്തിൽ ആസൂത്രിതമായി നടത്തിയിട്ടുള്ളത് തന്നെയാണ്. അവിടുത്തെ പ്രാദേശികക്കാരെങ്കിലും ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ RSS BJPയുടെ നേതൃരംഗം തന്നെ ആലോചിച്ച് നടത്തിയിട്ടുള്ള ഒരു സംഭവമാകാനാണ് സാധ്യത. ഈ തലശ്ശേരിയിലാണ് RSS സംഘപരിവാർ കേരളത്തിൽ ആദ്യമായി ആസൂത്രിതമായിട്ടുള്ള കലാപം സംഘടിപ്പിച്ച സ്ഥലം. വളരെ കേരളത്തിന് പുറത്തു നിന്നും ഒക്കെയായി ആളുകളെ കൊണ്ടുവന്ന് ഒരു ഘോഷയാത്രക്ക് നേരെ, ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രക്ക് നേരെ എറിയാത്ത ചെരുപ്പ് എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കലാപുണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണത്. 1948 വർഷം മുമ്പ് RSS ആലോചിച്ച് നടത്തിയിട്ടുള്ളതാണ്. ഇതുകൊണ്ടൊന്നും തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലൊന്നും അവർക്ക് വേരുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലല്ല, ഒരു ഭീകര സംഘടനയെ പോലെയാണ് RSS സംഘപരിവാർ BJP പ്രവർത്തിക്കുന്നത്. ശബരിമലയിൽ 2 സഹോദരിമാർ കയറിയപ്പോൾ ശുദ്ധികലശം നടത്തിയ തന്ത്രി ഒരു മനുഷ്യനാണോ എന്ന് മന്ത്രി G സുധാകരൻ. തന്ത്രി ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ രാക്ഷസനാണ്. തന്ത്രിക്ക് അയ്യപ്പനോട് സ്നേഹമില്ല. പൂട്ടിപ്പോകുമെന്ന് പറയാൻ തന്ത്രിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ വീഴ്ചയുടെ ആരംഭമാണിതെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജനതയെ ബാധിക്കുന്ന കാര്യമാണ്. വർഗീയത ആര് പ്രചരിപ്പിച്ചാലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ശബരിമല ശാന്തമല്ലേ, 10,000-കണക്കിന് ഭക്തജനങ്ങളല്ലേ അവിടെ പോയി കണ്ടു. അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഇവരവിടെ നിന്ന് ഇറങ്ങിയതോടുകൂടി അവിടെ ശാന്തമായി. തന്ത്രിയുടെ നിലപാട് അവിടുന്ന് ഇറങ്ങിപ്പോന്നാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലേ. ഇപ്പൊ നിലപാട് മനസ്സിലായല്ലോ. എങ്ങനെ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതൊന്നും ഗവൺമെന്റ് അല്ലല്ലോ മാറ്റുന്നത്, അതൊക്കെ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത്. അവരെന്തോ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം സംശയാതീതമായി മനസ്സിലാക്കണം, തന്ത്രി സ്ഥാനം പിൻവലിക്കാൻ സർക്കാരിനല്ല ആർക്കും അധികാരമില്ല. നമ്മൾ കൊടുത്ത സ്ഥാനമല്ലത്. നമ്മൾ കൊടുത്തത് മാത്രമേ നമുക്ക് പിൻവലിക്കാൻ പറ്റൂ. അറിഞ്ഞിരിക്കണം, നമ്മൾ കൊടുക്കുന്നതേ പിൻവലിക്കാൻ പറ്റൂ. തന്ത്രി സ്ഥാനം പരമ്പരാഗതമായൊരു വിശ്വാസത്തിന് വേലിച്ചത് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അതൊന്നും പിൻവലിക്കാൻ അധികാരമില്ല. പക്ഷേ ശബരിമലയിലെ തന്ത്രിയായിട്ടിരിക്കണോ എന്നുള്ളത് തീരുമാനിക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. അക്രമ പരമ്പരകൾ തുടർന്നു കൊണ്ടുപോകാനാണ് RSS ഉന്നതതല നേതൃത്വം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. ഇതിന്റെ ഭാഗമായാണ് CPIM നേതാക്കളുടെ വീടിന് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണ പരമ്പരകളെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. നേതാക്കളുടെ വീടിനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടിയിലൂടെ അക്രമ പരമ്പരകളിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടുപോവുക എന്നുള്ള നിഗൂഢ ലക്ഷ്യം ഇതിലുണ്ട്. കേരളത്തിൽ ബോധപൂർവം അക്രമങ്ങൾ സംഘടിപ്പിക്കുക, അതിന് വളരെ കൃത്യമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നത്. ഈ ശബരിമല കർമ്മ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ നിയോഗിച്ചിരുന്നു. ആ സ്ത്രീയെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാം. കേരളത്തിലെ വളരെ മോശപ്പെട്ടൊരു ഭാഷയിൽ സംസാരിക്കുകയും വർഗീയത മാത്രം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ ശബരിമല കർമ്മസമിതിയുടെ അധ്യക്ഷയാക്കിയിട്ട് അവർ വെച്ചിരിക്കുകയാണ്. വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണിത്. ഈ സ്ത്രീയാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ. വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. സ്ഥിരമായി ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സംഘപരിവാർ. അതിനു പുറമെ സംഘപരിവാർ നേതാക്കളാക്കി സംസാരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഭീഷണിയുടെയും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും ഉള്ളതാണ്. സംഘപരിവാറിന് സമാന്തരമായിട്ട് ഇത്തരം സമരങ്ങൾ UDF നടത്തി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പ്രതിച്ഛായയേക്കാൾ സംസ്ഥാനത്തിന്റെ വികസനമാണ് പരമപ്രധാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ വിമാനത്താവള പരിസരത്ത് 5000 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് വൻകിട വികസന പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതിവാര പരിപാടിയായ നാം മുന്നോട്ടിന്റെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പരിപാടി ഞായറാഴ്ച മുതൽ 3 എപ്പിസോഡുകളായി വിവിധ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യും.
വ്യക്തിപരമായ പ്രതിച്ഛായ എന്നതിനേക്കാൾ സംസ്ഥാനത്തിന്റെ ബഹുമുഖ വികസനമാണ് പരമപ്രധാനമെന്നും അതിനുള്ള പ്രവർത്തനങ്ങൾ സാഹസികതയോടെ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ കുപ്രചാരണങ്ങളെയും നേരിടുമെന്നും വിവാദം കൊണ്ട് കേരള വികസനം തടയാനാകില്ലെന്നും അക്കാലം കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ട് ചർച്ചാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദത്തിന് അവസാനം കൊടുക്കാൻ കഴിയില്ല നമുക്ക്. കാരണം അത് വിവാദം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ഒറ്റ കാര്യത്തിൽ മാത്രമേ അഭിപ്രായം പറയുന്നു. വിവാദം കൊണ്ട് കേരളത്തിന്റെ പുരോഗതി തടയാനുള്ള കാലം കഴിഞ്ഞു. അതിനെ ആരും മോഹിക്കേണ്ടതില്ല. ഒരു വിവാദമുണ്ട്, അതുകൊണ്ട് പേര് മോശമായി പോകുമല്ലോ, എങ്ങനെയാണ് ഇനി അതിന്റെ അകത്തേക്ക് പോവുക, ആ ചിന്ത ഇപ്പൊ ഏതായാലും ഇല്ല. നാടിന് ആവശ്യമായ കാര്യമാണ്. മുഖ്യമന്ത്രി ഇമേജിന് വേണ്ടി നിൽക്കില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. നാടിന് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും, വിവാദം വിവാദത്തിന്റെ വഴിക്കും പോകും. പല വികസന പദ്ധതികൾക്കെതിരെയും എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും ഉണ്ടായെങ്കിലും നാടിന്റെ നന്മയെ കരുതി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും പദ്ധതികളുമായി മുൻപോട്ടു പോകുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. കണ്ണൂർ വിമാനത്താവള പരിസരത്ത് 5000 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് അവിടെ വൻകിട പദ്ധതികൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൻകിട അടക്കം വരും, അതിനുള്ളൊരു പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. 5000 ഏക്കർ സ്ഥലം അതിനടുത്ത് തന്നെ സർക്കാർ കിൻഫ്ര മുഖേന എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ ഇന്ത്യയിൽ ഒരു വിമാനത്താവളത്തിനും ഇല്ലാത്ത ഒരു പശ്ചാത്തല അനുബന്ധം അവിടെ വലിയ സൗകര്യമായിരിക്കും. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് നയിച്ച ചർച്ചയിൽ വിവിധ വ്യവസായ മേഖലയിലുള്ളവർ പങ്കെടുത്തു. ഞായറാഴ്ച മുതൽ 3 എപ്പിസോഡുകളായി വിവിധ ചാനലുകളിൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയിൽ എത്തുന്ന യുവതികൾക്ക് സംരക്ഷണം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്ന് മുഖ്യമന്ത്രി. 2 സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിന് ഹർത്താൽ നടത്തി. 1 സ്ത്രീ കയറിയതിന് ഹർത്താൽ ഇല്ലേ എന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. കൊടുവഴന്നൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമലയിൽ യുവതികൾ കയറിയ ശേഷമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലസ്ഥാനത്തെ ആദ്യ പൊതുപരിപാടിയിൽ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. സുപ്രീം കോടതി വിധി അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി യുവതികളെ നൂലിൽ കെട്ടിയല്ല ശബരിമലയിൽ എത്തിച്ചതെന്നും പറഞ്ഞു. ഭക്തന്മാർക്കിടയിലൂടെയാണ് ഇവർ വന്നത്, ആരും പ്രതിഷേധിച്ചില്ല. അയ്യപ്പ ഭക്തന്മാരുടെ മനോഭാവമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സാധാരണ നമ്മൾ പറയില്ലേ നൂലുമേൽ കെട്ടിത്താഴ്ത്തുക, അങ്ങനെ ശബരിമല ഇറങ്ങിയവരല്ല. സാധാരണ ശബരിമലയിൽ പോകുന്ന വഴി എന്താണോ ആ വഴിയിലൂടെ തന്നെ നടന്നാണ് അവർ പോയത്. എന്ന് പറഞ്ഞാൽ ഭക്തരായ ശബരിമലയിലേക്ക് പോകുന്ന ആളുകളോടൊപ്പം ഇവരും പോയി. ഇവരോടൊപ്പം യാത്ര ചെയ്ത ഭക്തർക്കാർക്കെങ്കിലും ഈ സ്ത്രീകൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന അഭിപ്രായമുണ്ടായില്ല. അവരെല്ലാവരും കൂടി സന്നിധാനത്തെത്തി. സന്നിധാനത്തെത്തിയതിനു ശേഷം അവര് അയ്യപ്പ ദർശനവും നടത്തി, പ്രാർത്ഥിച്ച് അവർ തിരിച്ചു പോകും. ഈ ഘട്ടത്തിലൊന്നും അവിടെയുള്ള ഭക്തർ ഒരു തടസ്സവും അവർക്കുണ്ടാക്കിയില്ല. അവർ തന്നെ പറയാണ് ഭക്തർ എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ നമ്മുടെ നാട്ടുകാരായവർ മാത്രമല്ല അയ്യപ്പ ഭക്തര്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. അവരുടെ എല്ലാം മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നവോത്ഥാന മൂല്യങ്ങളെ പുറകോട്ടടിക്കാനാണ് സംഘപരിവാർ ആസൂത്രിത അക്രമം നടത്തുന്നത്. ശബരിമലയിൽ യുവതികൾ കയറിയ ആദ്യ മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് അക്രമമുണ്ടായില്ല. തുടർന്ന് സംഘപരിവാർ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അക്രമങ്ങൾ നടക്കുന്നത്. സംഘപരിവാറിന്റെ പ്രശ്നം കേവലം സ്ത്രീപ്രവേശനമല്ല, ചരിത്ര വനിതാ മതിലിന്റെ വിജയത്തിലുണ്ടായ അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലെന്നും 2 യുവതികൾ കയറിയപ്പോൾ നടത്തിയ ഹർത്താൽ 1 യുവതി കൂടി കയറിയപ്പോൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചും അദ്ദേഹം പരിഹസിച്ചു. 2 സ്ത്രീകൾ കയറിയതിന് നാടാകെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ 1 സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ? ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താൽ ഉണ്ടാവുമോ? കാരണം സ്ത്രീകൾ ഇപ്പൊ അവിടെ കയറിയില്ലേ. ഇവിടെ എന്തൊക്കെയായിരുന്നു വർത്താനം?
ഏതെങ്കിലും സ്ത്രീ കയറിയെങ്കിൽ ആത്മാഹുതി ഏത് കളയെന്ന് പറഞ്ഞ നേതാവ് വരെ എവിടെയുണ്ട്? നമ്മളാരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്നാലും ആ പരിഹാസ്യത നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം. കോൺഗ്രസ് നിലപാടുകൾ ഉപേക്ഷിച്ച് സംഘപരിവാറുമായി ചേരുന്നത് തിരിച്ചറിയണമെന്നും പ്രളയഘട്ടത്തിലെ ഒരുമ തകർക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിന്റെ കേരള ഘടകവും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള വിഭാഗീയത തുടരുകയാണ്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെ ഓർഡിനൻസ് ആവശ്യപ്പെടുന്ന UDFന്റെ നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിന് തലവേദനയാകുന്നത്. ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് പി ജയരാജൻ തത്സമയം കണ്ണൂരിൽ നിന്ന്, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ മാധ്യമങ്ങളോട്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത് ഒരു ഫാസിസ്റ്റ് രീതിയാണ്. അതാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഈ കല്ലായിത്തെരുവിലെ അക്രമങ്ങളുടെ തുടക്കത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീടും ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് CPIM നേതൃത്വം, ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് ഞാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ചു. ഇവിടുത്തെ MLA എന്ന നിലക്ക് സഖാവ് ഷംസീർ SP-യെ വിളിച്ചു. പോലീസ് മുൻകൈയെടുത്തുകൊണ്ട് സമാധാന ചർച്ച നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ASP ഓഫീസിൻ്റെ അകത്ത് ജില്ലാ പോലീസ് മേധാവി അടക്കം പങ്കെടുത്തുകൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഷംസീർ MLA-യുടെ വീടിന് നേരെയുള്ള ബോംബാക്രമണം. അതിന് തൊട്ട് മുമ്പേ ഇവിടെ ഈ ഹർത്താൽ ദിനത്തിലെ RSSന്റെ ആക്രമണങ്ങൾക്കെതിരായിട്ട് തലശ്ശേരിയിൽ ഒരു പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയിരുന്നു. ആ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടിയുടെ തലശ്ശേരി ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് വാഴയിൽ ശശിയും കുടുംബവും ഇവിടെ എത്തിയത്. അപ്പോൾ ആ വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വാളടക്കമുള്ള ആയുധങ്ങളുമായിട്ടാണ് ഈ സംഘമെത്തി ശശിയുടെ വീട് ചവിട്ടി പൊളിച്ച് അകത്തുള്ള എല്ലാ ഉപകരണങ്ങളും തകർത്ത് തരിപ്പണമാക്കി. അക്ഷരാർത്ഥത്തിൽ തകർത്ത്